വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ മുമ്പ് കാലത്ത് ചോദിച്ചിട്ടുള്ള essay ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പുള്ള വീഡിയോസിൽ 2 മാർക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ 4 മാർക്സിൻ്റെ ഡിസ്കസ് ചെയ്തു. അതായത് 4 മാർക്സ് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രകാരമാണെങ്കിൽ അത് 5 മാർക്സിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൊമേഴ്സ് ഈസി ലേണിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഇനി ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ എംപ്ലോയി സെപ്പറേഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സെപ്പറേഷൻ? എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എംപ്ലോയി സെപ്പറേഷൻ പറഞ്ഞാൽ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സെപ്പറേഷൻ, ഏതൊക്കെ തരത്തിലുള്ള സെപ്പറേഷൻസ് ആണ് ഉള്ളത്, എംപ്ലോയി സെപ്പറേഷനിൽ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ഇത്, റിക്രൂട്ട്മെൻറ്റിൻ്റെ പോർഷനിൽ നിന്ന് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, രണ്ട് സോഴ്സസും എഴുതണം കേട്ടോ, എക്സ്റ്റേണലും ഇൻറ്റേർണൽ സോഴ്സസും എഴുതിയിരിക്കണേ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ചിലപ്പോൾ HRP എന്ന് തന്നാലും നിങ്ങൾക്ക് അറിയണം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നാണ്. ഓക്കെ, അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും essay ടൈപ്പല്ലേ, ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസ്. ഇനി ഇപ്പോൾ 10 മാർക്സ്, മുമ്പ് കാലത്ത് ഇത് 5 മാർക്സ് അല്ല 15 മാർക്സ് ആയിരുന്നു. ഇപ്പോൾ അത് 10 മാർക്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് വാട്ട് ആർ ദീസ് ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം ആ 10 മാർക്സ് ബേസിൽ ആയതുകൊണ്ട്. പക്ഷേ എങ്കിൽ ആ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 essay ആണ് ചോദിച്ചാൽ അതിലത്തെ ഏതെഴുതണം? 2 എണ്ണമാണ് ആൻസർ എഴുതേണ്ടത്, ഒന്ന് നമുക്ക് ഒഴിവാക്കാം. ക്ലിയർ? പക്ഷെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏതെണ്ണതെല്ലാം പഠിക്കണേ. ഇനി നെക്സ്റ്റ് ഇയറിലത്തെ വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ essay ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്: ഡിഫൈൻ ജോബ് ഇവാലുവേഷൻ, മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്. ജോബ് ഇവാലുവേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതേപോലെ തന്നെ ജോബ് ഇവാലുവേഷൻസിൻ്റെ അത് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഒബ്ജക്റ്റീവ്സ് അത് എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ്. ജോബ് ഇവാലുവേഷൻ, ജോബ് പെർഫോമൻസിൻ്റെ ഇതിൽ പറയുന്ന ചോദ്യമായിരുന്നു ഏത്? ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതിൽ നെക്സ്റ്റ് essay ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ പെർഫോമൻസ് ഇവാലുവേഷൻസ്. എന്താണ് പെർഫോമൻസ് ഇവാലുവേഷൻസ്? അത് ഡിഫൈൻ ചെയ്യണം, ഒരു ഡെഫിനിഷൻ എഴുതണം. അതേപോലെ തന്നെ മെൻഷൻ ദ എസെൻഷ്യൽസ് ഓഫ് ആൻ ഇഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ആൻഡ് ആൾസോ ഈസ് ദ പ്രോസസ്സ്. ഡിഫൈൻ ചെയ്യുക, പെർഫോമൻസ് ഇവാലുവേഷൻസ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ അതിൽ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ആൻ എഫക്റ്റീവ്, നല്ലൊരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ആവണമെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കണം, അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന essay റൈറ്റ് ആൻ essay ഓൺ MBO. MBOനെ കുറിച്ച് എന്ത് ചെയ്യണം? ഒരു essay ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയി? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിലെ അതാണ് MBO. അത് ശരിക്കും 2 മാർക്സിന് ചുമ്മാ വാട്ട് ഈസ് MBO എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ essay ടൈപ്പായിട്ട് ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി എഴുതണം. അല്ല ചുമ്മാ വാട്ട് ഈസ് MBO എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി എഴുതി വയ്ക്കുക. ക്ലിയർ? ഇതാണ് ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ദ നെക്സ്റ്റ് വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിസ്കസ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് HRM. അതായത് നമുക്ക് ഇമ്പോർട്ടൻസ്, അതായത് HRMൻ്റെ സ്കോപ്പും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് HRM. അത് ടോപ്പിക് ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് 2 മാർക്സിനും വരാറുണ്ട്, 5 മാർക്സിനും വരാറുണ്ട്, essay ടൈപ്പും വരാറുണ്ട്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത്രയും നന്നായിട്ട് പഠിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് ട്രെയിനിങ് ഇൻ ഓർഗനൈസേഷൻ. അതായത് ട്രെയിനിങ്ങിൽ ഓരോ ഓർഗനൈസേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതിന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ട്രെയിനിങ് എന്നൊരു പോർഷൻസും എന്ത് തന്നെയാണ് ഇപ്പോൾ essay ടൈപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അത് ഓർത്ത് വയ്ക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഇൻ ആൻ ഓർഗനൈസേഷൻസ്.
പെർഫോമൻസ് അപ്രൈസൽ, ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ കണക്കാക്കുമ്പോൾ പറയില്ല, അത് ഏതൊക്കെ മെത്തേഡിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് അപ്രൈസൽ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വേരിയസ് മെത്തേഡുണ്ട്, പല മെത്തേഡുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണ് എന്ന് ഈച്ച് ആൻഡ് എവരി വൺ ഓരോരോ പോയിന്റ് എഴുതി ഏതൊക്കെ മെത്തേഡ്സിലാണ് എന്നുള്ളത് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ എഴുതണം. എന്നിട്ട് ശേഷമാണ് നമുക്കതിൻ്റെ എസ്സേ ആയിട്ട് ഓരോരോ മെത്തേഡ്സ് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന എസ്സേ ഇങ്ങനെയാണ്: ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ ഓഫ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു എസ്സേ ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താണ് ആ ഒരു കണ്ടൻറ്റ് പറഞ്ഞിരിക്കുന്നത്, അത് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ എഴുതിയതിന് ശേഷമായിരിക്കണം ബാക്കി കാര്യങ്ങൾ എഴുതേണ്ടത് എസ്സേയിൽ. അപ്പോൾ ഫംഗ്ഷൻസ് ഫസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതിയ, ദെൻ ഫംഗ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്മെൻറ്റ് എന്ന് എഴുതിയാണ് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഓരോ ഫംഗ്ഷൻസും എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് എഴുതി ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? ഏതൊക്കെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ 5 മാർക്സിൻ്റെ ബേസിലും 2 മാർക്സിൻ്റെ ഒക്കെ ചോദിച്ചതാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്, വെസ്റ്റിബിൾ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇത് എസ്സേ ടൈപ്പായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എഴുതിയതിന് ശേഷമായിരിക്കണം മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതേണ്ടത്. ഓക്കെ. ദെൻ വാട്ട് ആർ ദ നോർമലി യൂസ്ഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ് ടെക്നിക്സ്? എന്തൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി എഴുതാം. ഏതൊക്കെ ടെക്നിക്സാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുക, അതായത് ഒരു സ്ഥാപനത്തിൽ. ഓക്കെ, അതായത് ആ സ്ഥാപനത്തിലെ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ആ ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം, എസ്സേ എന്ന് പറയുമ്പോൾ 3 എഴുതണ്ട, 3 തന്നിട്ട് അതിൽ 2 എഴുതേണ്ടത് കേട്ടോ. പക്ഷേ നമ്മൾ ഇത് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പഠിക്കണ്ടേ, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് യൂണിവേഴ്സിറ്റിക്കാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ് വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്: ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സെലക്ഷൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെലക്ഷൻ പ്രൊസീജിയർ. അതായത് ഒരു എംപ്ലോയി സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നേച്ചറും അതിൻ്റെ ഇമ്പോർട്ടൻസും, ഒരു എംപ്ലോയി സെലക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യാൻ ഒരു സ്ഥാപനത്തിലേക്ക് എംപ്ലോയീസിനെ സെലക്ഷൻ ചെയ്യാവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെലക്ഷൻ പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ക്രൈറ്റീരിയയിലെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതിൻ്റെ വേ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വാട്ട് ആർ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചതാണ് നല്ലത്. വാട്ട് ആർ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്, ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് എഴുതണം, അതിന് ശേഷമാണ് അതിലത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് എസ്സേ: എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻസ്. മോട്ടിവേഷൻ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്തായാലും വരും. അത് നന്നായിട്ട് അത് ഡയഗ്രാം വരച്ചിട്ടൊക്കെ ചെയ്യൂ കേട്ടോ. ട്രയാങ്കിൾ വരച്ചിട്ട് അറിയില്ലേ നമുക്ക് ഹൈറാർക്കി വരച്ച് എഴുതാൻ, അത് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് 3 എസ്സേ. ദ നെക്സ്റ്റ്: വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്, വാട്ട് ആർ ഈറ്റ്സ് ലിമിറ്റേഷൻസ്? മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്നും അതേപോലെ ആ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അത് എസ്സേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാൻ പവർ പ്ലാനിങ് പഠിക്കുക. നമ്മൾ ഓൾറെഡി മാൻ പവർ പ്ലാനിങ് 2 മാർക്സിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ രീതിയിൽ എഴുതണം. അതിനുശേഷം ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒബ്ജക്റ്റീവ്സൊക്കെ എസ്സേ ടൈപ്പായിട്ട് തന്നെ എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി, ഡിസ്കസ് ഇൻ ബ്രീഫ് സം ഓഫ് ദ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് അവൈലബിൾ ടു വർക്കേഴ്സ് ഇൻ ഇന്ത്യ. അതായത് സോഷ്യൽ സെക്യൂരിറ്റി കോൺസെപ്റ്റ് അത് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സിന് ഇന്ത്യയിലുള്ള വർക്കേഴ്സില്ലേ അവർക്ക് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റീസ് ഏതൊക്കെ മെഷേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്, വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റ് നേച്ചറും അതേപോലെ തന്നെ അതിൻ്റെ സ്കോപ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എഴുതുക. പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് വേണ്ട 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്താണ് എന്നും അതിൻ്റെ സ്കോപ്പും
എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഇത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേ. ഇനി അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സെലക്ഷൻ. എക്സ്പ്ലെയിൻസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെലക്ഷൻ പ്രൊസീജിയർ. അതായത് എംപ്ലോയി സെലക്ഷൻ്റെ നേച്ചറും ഇമ്പോർട്ടൻസും എഴുതുക. അതേപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. Then explain the role, power and responsibility of human resource manager. ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൻ്റെ റോൾ, അതേപോലെ തന്നെ അവരുടെ പവർ, അതേപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറച്ചൊരു ബ്രീഫായിട്ടൊന്ന് എഴുതണം. ആൾട്ടേഴ്സ് ERG തിയറി. ആൾട്ടേഴ്സ് ERG തിയറി എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഹാലോ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ബാസ്, അതായത് ബിഹേവിയറലി ആൻകേർഡ് റേറ്റിംഗ് സ്കെയിൽ, അത് എന്താണ്, അതായത് നമ്മൾ എംപ്ലോയീസിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ കമ്പാരിറ്റീവ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചിട്ട് ചെയ്യില്ലേ, ആ ഒരു കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഈ പറഞ്ഞ 3 കേട്ടോ. അതാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന എസ്സേ ടൈപ്പ്. ഡിഫൈൻ HRM. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് ആൻഡ് ഫങ്ഷൻസ് അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ദെൻ റൈറ്റ് ആൻ എസ്സേ ഓൺ ട്രെയിനിങ് ആൻഡ് വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ട്രെയിനിങ്. അത് ട്രെയിനിങ് എന്താണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഉണ്ട്, ആ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ട്രെയിനിങ് പോർഷൻസ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു. ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ്, വെസ്റ്റിബിൾ ട്രെയിനിങ്, നമ്മൾ കുറേ ടൈപ്പ് ട്രെയിനിങ്ങിൻ്റെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 മാർക്സ് 5 മാർക്സ്. ദെൻ എസ്സേ കേട്ടോ, ഇമ്പോർട്ടൻ്റാണ്. ദെൻ വാട്ട് ഈസ് എംപ്ലോയി ഗ്രീവൻസ്. വാട്ട് ആർ ദ വേരിയസ് കോസസ് ഫോർ എംപ്ലോയി ഗ്രീവൻസ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ് എംപ്ലോയി ഗ്രീവൻസും എന്നും, അതേപോലെ തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എംപ്ലോയീസിന് ഗ്രീവൻസ് കംപ്ലയിൻറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ഈ പറയുന്ന ഗ്രീവൻസ് കംപ്ലയിൻറ്റ് കിട്ടുവാണെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് മോഡ്യൂളിൽ ഉള്ള പോർഷനാണ് ഇത് അല്ലേ. അതായത് പ്രൊസീജിയേഴ്സ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തി നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റ് മോഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫൈൻ HRM. എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്കോപ്പ്. എന്താണ് HRM എന്നുള്ള ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ സ്കോപ്പ്, റിപ്പീറ്റേഷനിൽ ഇതൊക്കെ. Then what are the objectives of performance appraisal system. പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ. പിന്നെ വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇതും റിപ്പീറ്റേഷനാണ്. നേരത്തെ വന്നതിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കാര്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് ചോദിച്ചിട്ടുണ്ട്, മെത്തേഡ്സിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ട്രെയിനിങ് ഉള്ളത്, ട്രെയിനിങ് എന്താണെന്നും ട്രെയിനിങ്ങിനെ അഡോപ്റ്റ് ചെയ്യുന്ന വല്ല മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, 2 എടുത്ത് ചോദിച്ചിട്ട് ഇത് 2 എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ് ഓരോ മോഡ്യൂളും ഓരോ ക്വസ്റ്റ്യൻസ് എത്രത്തോളമാണ് ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുന്ന സമയത്ത്, റിവിഷൻ ചെയ്ത സമയത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ 2 മാർക്സും കഴിഞ്ഞു. അതേപോലെ തന്നെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും വീഡിയോസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എസ്സേ ടൈപ്പും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.